ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് ബാത്തിങ് പൗഡറായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം, ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി ഞാൻ നന്നായി ഉണക്കിയതാണിത്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണക്കി പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഉണക്കി പൊടിച്ചെടുക്കുക. ഒന്നിക്കുണ്ടെങ്കിൽ ഒരു ദിവസം വെയിലത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് ദിവസം വെച്ചാൽ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ച് പൗഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ ഓറഞ്ച് പൗഡർ ഉണ്ടാക്കി വെക്കുക എന്നാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് കേട്ടോ. ഫേസ് പാക്ക് ഉപയോഗിക്കാനും അതുപോലെ ബാത്തിങ് പൗഡർ ഉപയോഗിക്കാനും എല്ലാം പറ്റും. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഈ സെയിം ജാറിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പരിപ്പാണ്. പരിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മസൂർ ഡാലാണ്. മസൂർ ഡാൽ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. അതൊരു 2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത്. ഇതേപോലെ തന്നെ ഞാൻ 2 ടീസ്പൂണോളം നമ്മുടെ ഈ പയറുണ്ടല്ലോ, അതായത് ചെറുപയർ, അതും കൂടി ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ 2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇതൊരു 10 ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കുക. പക്ഷേ 10 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ മുന്നേ ഇട്ട ഒരുപാട് ബാത്തിങ് പൗഡേഴ്സ് ഉണ്ടാവും. നിങ്ങൾ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറേ നേരം വെക്കുന്ന സമയത്ത് അത് പൂപ്പൽ കെട്ടിപ്പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പൂപ്പ് കെട്ടിപ്പോകുന്നതാണെങ്കിൽ അത് വിഷമമല്ലേ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഇത് നന്നായിട്ട് പൊടി പോലെ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതും കൂടി ഞാൻ നന്നായിട്ട് പൊടി പോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒട്ടും തന്നെ വെള്ളമില്ലാത്ത പാത്രത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഏത് ബാത്തിങ് പൗഡർ ഉണ്ടാക്കുമ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പൊടി എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ടാകും. ആ സമയത്ത് അതിലേക്ക് കുറച്ചൊരു വെള്ളം തട്ടിയാലും മതി, അത് പൂത്തുപോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ബാത്റൂമിൽ വെക്കാണ്ട് നിങ്ങളെ റൂമിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കുളിക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ഓറഞ്ചിൻ്റെ പൗഡർ 2 ടീസ്പൂൺ തന്നെ, എല്ലാം ഞാൻ 2ആണ് എടുത്തത്. 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ 3 പൊടികൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മളിട്ട 3 പൗഡേഴ്സും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നതാണ്. ഓറഞ്ച് പൗഡർ എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുറച്ച് കൂടുതൽ തൊലി ഉണക്കി പൊടിച്ച് വെച്ചാൽ നിങ്ങൾക്കിത് ഫേസ് പാക്കലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഈ വെറും ഓറഞ്ച് പൗഡറിൽ പാലെല്ലാം മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുക, കേട് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുക, അതെല്ലാം വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഞാനിത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിത് ഡയറക്റ്റ് കൊണ്ടുപോയി ബാത്റൂമിൽ വെച്ചിട്ട് എടുക്കരുത്. പിന്നെ ഇത് എപ്പോഴും ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് എടുക്കണം. ഇതുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. അതിനുശേഷം ഇങ്ങനെ എടുത്തിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എടുത്തിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഉപയോഗിച്ചാൽ മതി. എല്ലാന്നാണെങ്കിൽ അത് കേട് വന്നു പോകും. അപ്പോൾ ബീട്രൂട്ട് ബാത്തിങ് പൗഡർ, ക്യാരറ്റ് ബാത്തിങ് പൗഡർ ഇതെല്ലാം ഉപയോഗിച്ചവർക്ക് അത് ഇങ്ങനെ കുറേ, അതായത് ഒരു 2 ആഴ്ചയെല്ലാം കഴിഞ്ഞാൽ പൂത്തു പോകുന്നത് അതുകൊണ്ടാണ്. ഒരു 10 ദിവസത്തിന് മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് പുറത്ത് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ്. ആവശ്യാനുസരണം ഞാൻ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇനി ഈ സെയിം സാധനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് വേണമെങ്കിലും ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് നിങ്ങൾ എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്ര പൗഡർ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഒരു ശരീരം മുഴുവനും എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണെല്ലാം എടുക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇത് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൂത്തുപോകും. ഇതിലേക്ക് പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക, ശരീരത്തിൽ എല്ലാത്തിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഫേസിൽ നിങ്ങൾ ഡെയിലി ചെയ്യണമെന്നില്ല, വീക്ക്ലി 2 ടൈംസ് മാത്രം ചെയ്താൽ മതി. പിന്നെ ബോഡിയിലാകുമ്പോൾ ഡെയിലി ചെയ്യുക. പിന്നെ ബോഡിയിലിടുന്ന സമയത്ത് നിങ്ങളെപ്പം പാൽ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടാണ്. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ചെയ്യാം. പക്ഷേ ഫേസിൽ എപ്പോഴും നിങ്ങൾ പാൽ ഉപയോഗിക്കണം. വീക്ക്ലി 2 ടൈംസ് മാത്രം ഫേസിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഒരു 10 മിനിറ്റ് മിനിമം വെച്ചിട്ട് നിങ്ങൾക്ക് സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക, സോപ്പ് ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു ബാത്തിങ് പൗഡർ റെഡിയാക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കുക. അടിപൊളി കിടില റിസൾട്ടായിരിക്കും. കറുത്ത പാട്, കരിവാളിപ്പെല്ലാം മാറി മുഖവും ശരീരവും ഒരേപോലെ നിറം വെക്കാൻ സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.